ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് ചില സമയങ്ങളിൽ നാട്ടിലെ സദ്യയും പായസവും ഒക്കെ മിസ് ചെയ്യും കേട്ടോ. ഇവിടെ എല്ലാം കിട്ടുമെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയല്ലേ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ആടപ്രഥമൻ കഴിക്കാൻ തോന്നി. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പം നമുക്ക് പ്രഥമൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പെരിയാർ ബ്രാൻഡിൻ്റെ അരിയടയാണ് യൂസ് ചെയ്യുന്നത്. 200 ഗ്രാം അടയാണ് നമുക്കതിനു വേണ്ടി ആവശ്യമായിട്ടുള്ളത്. അത് തിളയ്ക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം തിളയ്ക്കാൻ വെക്കുക. വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും 1 സ്പൂൺ നെയ്യും ചേർക്കുക. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ ഈ അട അതിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഏകദേശം 15 to 20 മിനിറ്റ് ഇത് തിളപ്പിക്കണം. അപ്പോൾ നമ്മുടെ അട അവിടെ കിടന്ന് റെഡി ആവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ശർക്കര പാനിയാക്കാം. ശർക്കര പാനിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 300 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് ഇത് തിളപ്പിക്കാനായിട്ട് വെക്കുക. അത് തിളയ്ക്കുമ്പോഴത്തേക്കിന് എന്തായി നമ്മുടെ അടയെന്ന് നോക്കാം നമുക്ക്. അട ഓൾമോസ്റ്റ് തിളച്ച് വന്നു. ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് ഡ്രെയിൻ ചെയ്യുമ്പോൾ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ഇത് സ്റ്റിക്കി ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ അട അവിടെ നിന്നൊന്ന് തണുക്കട്ടെ. നമുക്കിനി നമ്മുടെ ശർക്കര എന്തായാലും നോക്കാവേ. ശർക്കര നന്നായിട്ട് തിളച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ ശർക്കരയും തിളച്ചതിന് ശേഷം മാറ്റി വെക്കുക. ഇനി നമുക്ക് ഒരു ഫ്രൈങ് പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് 1/2 കപ്പ് ചവ്വരിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ചവ്വരി ഇനി എന്തിനാ ഈ നെയ്യിട്ട് ഇളക്കുന്നതെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഇനി വെള്ളത്തിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുമാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ചവ്വരി, നെയ്യിൽ വറുത്തെടുത്ത ചവ്വരി ആഡ് ചെയ്യാം. അത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അത് മാറ്റി വെക്കുക. പിന്നീട് ഒരു ഫ്രൈങ് പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുക. ആവശ്യത്തിനുള്ള തേങ്ങാക്കൊത്ത് ആഡ് ചെയ്താൽ മതി. 1/2 കപ്പ് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ. തേങ്ങാക്കൊത്ത് റെഡിയായതിനു ശേഷം അതേ പാനിൽ തന്നെ കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് റേസിൻസും ആഡ് ചെയ്ത് നെയ്ക്കകത്ത് മൂപ്പിച്ചെടുക്കുക. നമ്മുടെ നാട്ടിലെ ഫുഡിന് എന്നാ ടേസ്റ്റ് അല്ലേ. അത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. അപ്പം നമുക്ക് പായസത്തിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന അട പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മുടെ ശർക്കര പാനി ഇതിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ശർക്കരയും അടയും കൂടി നന്നായിട്ട് മിക്സായി കഴിഞ്ഞ് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ 2ാം പാല് ഒഴിച്ചു കൊടുക്കുക. 2ാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം കിടന്ന് തിളയ്ക്കണം. ഇപ്പം നമ്മുടെ ശർക്കരയും തേങ്ങാപ്പാലും അടയും കൂടി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഷുഗറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ള് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നീട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഇതിലേക്ക് ആഡ് ചെയ്യുക. ചവ്വരി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നെയ്യിൽ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കിസ്മിസും കാഷ്യൂനട്ടും ആഡ് ചെയ്യുക. ഇനി നമുക്ക് 1ാം പാൽ ആഡ് ചെയ്യും. 1ാം പാൽ ആഡ് ചെയ്തതിന് ശേഷം ഈ പായസം അധികം തിളപ്പിക്കാൻ പാടില്ല. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നീട് 1/2 ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം
ഇത്രയും ആഡ് ചെയ്ത് അവസാനം വേണം നമ്മളിതൊക്കെ ആഡ് ചെയ്യാൻ. അതിൻ്റെ മണം പോകാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. നല്ല പായസമാണ്. നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതെൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ്. എനിക്ക് നാട്ടിലെ ഫുഡ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഉടനെ ഞാൻ എൻ്റെ മമ്മീനെ വിളിക്കും. മമ്മിയുടെ റെസിപ്പിക്ക് എപ്പോഴും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. സ്നേഹത്തോടെ സ്നേഹിക്കുന്നവർക്ക്.